ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗൗതത്തിൻ്റെയും നന്ദയുടെയും ആദ്യ രാത്രി മുടക്കാനായിട്ട് വലിയ ആള് കളിച്ച് പിങ്കി കുറച്ച് കള്ളത്തരമൊക്കെ ഒപ്പിച്ചതാണ്. പക്ഷേ വിനാശകാലെ വിപരീത ബുദ്ധിയെന്ന് കേട്ടിട്ടില്ലേ? വെളുക്കാൻ തേച്ചത് പാണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഗൗതത്തിൻ്റെയും നന്ദയുടെയും ആദ്യ രാത്രി കുളവാക്കാൻ വേണ്ടിയിട്ട് കളിക്കാവുന്നിടത്തോളം നാറിയ കളികളൊക്കെ നമ്മുടെ പിങ്കി അങ്ങ് കളിച്ചു. പക്ഷേ നല്ലവനായ നമ്മുടെ അർജുൻ വന്ന് അതെല്ലാം അങ്ങനെ എന്താ പറഞ്ഞത്, കാറ്റിൽ പറത്തി വിട്ടു, വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കി. അങ്ങനെ ഏട്ടനെ ഇന്നത്തെ ദിവസം എങ്ങോട്ടും വിടില്ല എന്ന് അനിയൻ തർപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഏട്ടൻ നന്ദയ്ക്കൊപ്പം മുറിയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. എടാ, അങ്ങനെയല്ല, നീ കാര്യം മനസ്സിലാക്കാന്ന് പറഞ്ഞ ഗൗതം പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നതെന്ന് നമ്മുടെ അർജുൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം സാർ ഒരു കാര്യം ചെയ്യുക, ഗൗതം സാർ റൂമിലേക്ക് വന്നും പറഞ്ഞു നന്ദ വിളിച്ചു. വേറെ ഒന്നുമല്ല, പിങ്കിയുടെ ഭാവം, ആ ഉണ്ടക്കണ്ണ് ഉരുട്ടിയുള്ള പരതിയുള്ള നോട്ടം, ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നന്ദയ്ക്കും കാര്യം ഏകദേശം മനസ്സിലായി. അങ്ങനെ നന്ദ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ, നന്ദ പറഞ്ഞതാണ് കറക്റ്റ്. ഇനി അത്രയ്ക്ക് ഏട്ടന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ പോയി നോക്കിക്കോളാം. അങ്ങനെ ഏട്ടൻ ഇപ്പോൾ പോകുമൊന്നും വേണ്ട, ഏട്ടൻ നന്ദയ്ക്കൊപ്പം മുറിയിലേക്ക് ചെല്ല്, ഇന്ന് നല്ലൊരു ദിവസമായിട്ട് നന്ദയെ വെറുതെ വിഷമിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏട്ടനെ നിർബന്ധിച്ച് റൂമിലേക്ക് കയറ്റി വിടുന്നു നമ്മുടെ അർജുൻ. അപ്പോഴും പിങ്കി തടസ്സമായിട്ട് നിൽക്കുക. അർജുൻ എന്തു പണിയായി കാണിക്കുന്നത്? നമ്മുടെ ഗൗതത്തിൻ്റെ ജോലിക്ക് ഒരു എത്തിക്സ് ഉണ്ട്, അത് മറികടന്നുകൊണ്ടാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പം ഈ ഒരു കാര്യത്തിലെ എത്തിക്സും കാര്യങ്ങളൊക്കെ മറികടന്നാലും കുഴപ്പമില്ല, പിന്നെ ഇതിൻ്റെ പിന്നാലെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം, ആരും അത് ഓർത്ത് വിഷമിക്കേണ്ടെന്നും പറഞ്ഞു. ഇതിൻ്റെ പേരിൽ ഗൗതമേട്ടന് യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന്. ആ സമയം നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി പിങ്കിയുടെ കളിയാണിത്, ഇത് മുടക്കാനുള്ളതാണെന്ന്. എന്തായാലും ഈ ഒരു കാര്യം കൊണ്ട് ഗൗതം സാറിന് എന്തെങ്കിലും ഒരു മാനക്കേട് സംഭവിക്കുകയാണെങ്കിൽ അത് രണ്ട് കൈയും നീട്ടി ഞാൻ സ്വീകരിച്ചോളാം എന്ന് നമ്മുടെ നന്ദയും കൂടെ പറഞ്ഞെടുത്ത്. പിന്നെ പിങ്കിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. പിങ്കി ചമ്മിന്ന് മാത്രമല്ല, അർജുൻ എന്താ പറഞ്ഞത്, വലിച്ചു കീറി ഭിത്തിയിൽ തേച്ചൊട്ടിച്ചങ്ങ് വിട്ടു പിങ്കിയെ. അതും കഴിഞ്ഞ് നമ്മുടെ അർജുൻ അങ്ങ് പോണു. പിങ്കി, നീ വരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ ഗൗതത്തെ ഒരു നോട്ടം നോക്കിയിട്ട് അവിടെ നിന്ന് പോവുക. ഗൗതത്തിൻ്റെ ഈ നോട്ടം, അതിൻ്റെ അർത്ഥം, അതിൻ്റെ വ്യാപ്തി, ഇതെല്ലാം നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇവരെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അകത്ത് കയറാം എന്നും ചോദിച്ചിട്ട് ഗൗതവും നന്ദയും കൂടി. എന്നാലും ആ ഒരു ടെൻഷൻ അത് ഗൗതത്തിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം നന്ദ പറഞ്ഞു, അത്ര ജെന്യുവനായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൗതം സാർ ആ കോള് വന്നത്. കാരണം പിങ്കിയെ ശ്രദ്ധിച്ചായിരുന്നോ? പിങ്കിയുടെ ആ ഒരു വെപ്രാളവും ടെൻഷനും കാര്യങ്ങളൊക്കെ സാറ് ശ്രദ്ധിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. പിങ്കിക്ക് ഇതിൽ എന്തൊക്കെയോ മനസ്സറിവുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്ന് നന്ദ പറയുമ്പോൾ ഗൗതം അതിനെപ്പറ്റി ആലോചിക്കുക. ശരിയാണ്, അങ്ങനെ ഒരു ഇത് പിങ്കിയുടെ മുഖത്തുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ നമ്മുടെ ഗൗതവും ചിന്തിക്കാം. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ നമ്മളതായിട്ട് നമ്മുടെ ഈ ഒരു സ്വകാര്യത നശിപ്പിക്കണ്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഗൗതം എന്ത് ചെയ്തു, നന്ദയുടെ അടുത്തേക്ക് ചെന്നിരിക്കാം. എന്നിട്ട് നന്ദയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോഴേക്കും പിന്നെ നന്ദ, സാർ ഈ ഡ്രസ്സിലാണോ ഇരിക്കാൻ പോണേ എന്നിങ്ങനെ ചോദിച്ചപ്പം, എന്താ ഈ ഡ്രസ്സിന് കുഴപ്പം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അത് ഒരു പ്രശ്നവും ഇല്ല. ശരി, ഇനിയിപ്പോൾ തൻ്റെ ആഗ്രഹം ഞാനായിട്ട് നടത്തി തന്നില്ലെന്ന് വേണ്ടെന്ന് പറഞ്ഞു പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. പഴയതുപോലെ തന്നെ ജുബയും ഉണ്ടാക്കിയിട്ട് വന്ന് നമ്മുടെ ഗൗതവും നന്ദയും അവരുടെ ജീവിതത്തിലേക്ക് കടക്കുന്നു. നന്ദയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഗൗതം ഇങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ പിങ്കി ആണെങ്കിൽ റൂമിൽ ചെന്നു. പിങ്കി റൂമിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. റൂമിൽ വന്നിട്ട് അർജുൻ എടുത്തിട്ട് മേരിക്കി ഇതിനെ. ആ സമയത്ത് നമ്മുടെ പിങ്കിക്ക് കലി കയറിയിട്ട് പിങ്കി എന്ത് ചെയ്തു, നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്ന് പാലെടുത്ത് പാലിൽ എന്തോ ഉറക്ക ഗുളികയോ മറ്റോ കലക്കുക. എന്നിട്ട് ഇത് അർജുനും കൊണ്ടേ കൊടുക്കാനായിട്ടേ. എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ കാണിക്കുവാണേ. എന്നിട്ട് ഭയങ്കര കലിപ്പോടു കൂടിയാണ്. അങ്ങനെ ഇപ്പം എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് നീ ഇവിടെ ജീവിക്കണ്ട എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഈ നന്ദയും ഗൗതത്തിനെയും ഒന്നിച്ചൊരു റൂമിലാക്കുകയും കൂടെ ചെയ്തതിൻ്റെതും കൂടി ആയിട്ടുള്ള പകയും കൂടെ ചേർന്നിട്ടാണ് പിങ്കി ഈ കൊടും ക്രൂരതയ്ക്ക് ഒരുങ്ങുന്നത്. അങ്ങനെ ഒരളവിൽ കൂടുതൽ അങ്ങനെ ഉറക്ക ഗുളികയൊക്കെ കലർത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവന് തന്നെ ആപത്താണെന്ന് പിങ്കിക്ക് അറിയാമല്ലോ. അങ്ങനെ ആ ഒരു ദ്രോഹം അർജുനോട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഇത് കലക്കി നേരെ കൊടുത്തു വിടുവാണ്. അപ്പോൾ കൊടുത്തു വിടുന്ന സമയത്ത് നമ്മുടെ പവിത്രയാണ് അതുവഴി വരുന്നത്. പവിത്ര വന്നു വേഗം തന്നെ ഇത് വാങ്ങിച്ചു. ഇതെന്തിനാ ഈ പാല് കൊണ്ടുവരുന്നേ എന്നും ചോദിച്ചു. അപ്പോൾ പാല് കൊണ്ടുവന്ന എന്തിനാണെന്ന് ചോദിക്കുമ്പം ഇത് ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അവർക്ക് കൊടുക്കാനോ? ഞാൻ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തിന് എടുത്തുകൊണ്ട് പോകുക. അപ്പോൾ അർജുന് കൊടുക്കാൻ വേണ്ടി പുള്ളിക്കാരി ഉണ്ടാക്കിയത് പവിത്ര കാരണം അത് വീണ്ടും അർജുന് കൊടുക്കാതെ നന്ദയ്ക്കും അല്ലെങ്കിൽ ഗൗതത്തിനും ആ ഒരു ഇത് വരുന്നു. പെട്ടെന്ന് നമ്മുടെ പവിത്ര എന്ത് ചെയ്തു, പവിത്ര ആ ഒരു ഇതുമായിട്ട് നേരെ ഇവരുടെ മുറിയിലേക്ക് ചെല്ലും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദയുടെയും ഗൗതത്തിൻ്റെയും റൂമിൽ നിന്നും ചെറിയ ചെറിയ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുക. അപ്പോൾ അത് കേട്ടപ്പോൾ പവിത്രയ്ക്ക് ആ ഡോറ് തുറക്കാനോ അല്ലെങ്കിൽ അവരെ വിളിക്കാനോ തോന്നിയില്ല. പവിത്ര കുറേ നേരം ഇവരുടെ റൂമിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു നാണം കുണിങ്ങ് പോയി.
എന്നിട്ട് ഇനിയിപ്പോൾ അവർ കുടിച്ചില്ല, കുടിക്കണ്ട, ഞാൻ കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പവിത്ര തന്നെ ആ പാലെടുത്ത് അങ്ങ് വയറ് നിറച്ച് കുടിച്ചു. പവിത്ര വയറ് നിറയെ പാലും കുടിച്ച് നല്ല ഭേഷായിട്ടങ്ങ് കിടന്നങ്ങ് ഉറങ്ങിയ പവിത്രയെ നേരം വെളുത്ത് ഉച്ചയായിട്ടും എഴുന്നേറ്റിട്ടില്ല. അപ്പം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് തന്നെ പറയാം. ആദ്യം അർജുനെ ലക്ഷ്യം വെച്ചു, പിന്നെ അത് ഗൗതത്തിനെയും നന്ദയെയും ലക്ഷ്യം വെച്ചു. പക്ഷേ ഇവർക്ക് ആർക്കും ഒന്നും സംഭവിച്ചില്ല. ആരെയാണോ കൂട്ടുപിടിച്ചത് അവർക്ക് തന്നെ പറ്റുകയും ചെയ്തു. നേരം വെളുത്തിട്ട് ഇത്രയും നേരമായിട്ടും പവിത്ര എഴുന്നേക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മോഹിനിയും അതുപോലെ ലക്ഷ്മിയൊക്കെ ഈ ഒരു ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഈ സമയം പവിത്ര ഇങ്ങനെ വിളിക്കാനുള്ളൊരിത് ഇവർ കാണിക്കും കേട്ടോ. പക്ഷെ പവിത്ര എഴുന്നേറ്റ് വരുന്നില്ല. അപ്പോൾ പവിത്ര വൈകുന്നേരം പാല് കുടിച്ച കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കാം, ലക്ഷ്മിയും അതുപോലെ തന്നെ മോഹിനിയും കൂടെ. അപ്പോൾ ഇത്രയും നാളില്ലാത്ത ശീലങ്ങളും കാര്യങ്ങളൊക്കെ പവിത്രയ്ക്ക് എവിടെ നിന്ന് വന്നു? മാത്രമല്ല ഒരു പാല് കുടിച്ചിട്ട് കിടന്നെന്നും കരുതി ഇങ്ങനെയൊക്കെ എഴുന്നേക്കാൻ താമസിക്കുമോ? അങ്ങനെയൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് ഇവർ തമ്മിൽ പറയണു. അപ്പോഴാണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത്. പിങ്കിക്ക് അന്നേരം ഓർക്കുന്നത് എന്താ, അവർക്കിട്ടുള്ള പണി കൊടുത്തു, അപ്പോൾ അവിടെ ഏറ്റു എന്നുള്ളതാണ്. പിങ്കി വന്ന് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പം ഇത്രയും നേരമായിട്ടും പവിത്ര എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഞെട്ടി. പവിത്ര എഴുന്നേറ്റിട്ടില്ലേ? സാധാരണ പവിത്ര രാവിലെ എഴുന്നേൽക്കുന്നതാണല്ലോ. അതെ, പവിത്ര രാവിലെ തന്നെ എഴുന്നേൽക്കുന്നതാണ്. എന്തായാലും പവിത്ര ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചിട്ടാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ പാല് കുടിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞ് പിങ്കി അതിൽ നിന്ന് തലയൂരാൻ നോക്കിയപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു, അങ്ങനെ ഒരു ഗ്ലാസ് പാല് കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവർ ആ ഒരു ദിവസം മുഴുവനായിട്ട് കിടന്നുറങ്ങാറില്ല. പക്ഷെ ഉറങ്ങും ആ പാലിൽ ആരെങ്കിലും എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ കലർത്തി അവരെ ഉറക്കി കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും കിടന്നുറങ്ങുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ പിങ്കിയുടെ മുഖമൊക്കെ വല്ലാതായി. അപ്പോൾ തന്നെ ലക്ഷ്മിക്കും മോഹിനിക്കും കാര്യം മനസ്സിലായി. മോഹിനിക്ക് പിന്നെ മനസ്സിലായ മട്ട് കാണിക്കില്ല. പക്ഷേ ലക്ഷ്മിക്ക് കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, ഇവളൊരു മുട്ടം പണി കൊടുത്തതാണെന്ന്. പക്ഷേ ഇവൾ എന്തിനെയാണ് ഉന്നം വെച്ചത്, എങ്ങനെയാണ് ഈ പരിപാടി ഒപ്പിച്ചത് എന്നുള്ള കാര്യം മൊത്തത്തിൽ കറങ്ങി തിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. എന്തായാലും ലക്ഷ്മി ആ തെളിവ് സഹിതം പിങ്കിയുടെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അടിപതറിയ പിങ്കി ഇങ്ങനെ ബപ്പപ്പ അടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്ന ഒരവസ്ഥയായിപ്പോയി പിങ്കിയുടേത്. വീണ്ടും ആ ജീവൻ എടുക്കാനുള്ള പരിപാടി കാണിച്ചെടുത്ത് പിങ്കിക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടിയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പം ഇനിയും പിങ്കിക്ക് പറ്റുന്ന മുട്ടൻ അബദ്ധങ്ങളും അല്ലെങ്കിൽ തിരിച്ചടികളും നന്ദയുടെയും ഗൗതത്തിൻ്റെയും ജീവിതം ഇങ്ങനെ പൂത്തുലയുന്നതും ഒക്കെ കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ച് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ.